ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ബജറ്റ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ശക്തിപ്പെടുത്തുന്നതാണെന്നും ഇത് രാജ്യത്തെ ദരിദ്രരെയും ഗ്രാമത്തെയും കർഷകരെയും സമൃദ്ധിയുടെ പാതയിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. വീഡിയോ സന്ദേശത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പുതിയ മധ്യവർഗത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടിയാണ് ഈ ബജറ്റ്. യുവാക്കൾക്ക് പരിധിയില്ലാത്ത അവസരങ്ങൾ ലഭിക്കും. വിദ്യാഭ്യാസത്തിനും നൈപുണ്യത്തിനും ഈ ബജറ്റിൽ നിന്ന് ഒരു പുതിയ അളവുകോൽ ലഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളെയും ചെറുകിട വ്യവസായികളെയും സഹായിക്കുന്ന ബജറ്റാണിതെന്നും മോദി കൂട്ടിച്ചേർത്തു. ആദിവാസികളെയും ദളിതരെയും പിന്നോക്കക്കാരെയും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ശക്തമായ പദ്ധതികളുമായാണ് ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പാക്കാൻ ഈ ബജറ്റ് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന്റെ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിനെ കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. ഇത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ഈ പദ്ധതി പ്രകാരം പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് സർക്കാർ ആദ്യ ശമ്പളം നൽകും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിന് കീഴിൽ ഗ്രാമങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്ക് രാജ്യത്തെ മികച്ച കമ്പനികളിൽ ജോലി ചെയ്യാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. എല്ലാ തൊഴിൽ മേഖലകളിലെയും പുതുതായി വരുന്ന വ്യക്തികൾക്ക് പദ്ധതി പ്രകാരം ഒരു മാസത്തെ വേതനം നൽകുമെന്നാണ് നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ആത്മനിർഭർ ആക്കുന്നതിന് ബജറ്റിൽ നിരവധി വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ ബജറ്റ് സ്റ്റാർട്ടപ്പുകൾക്കും ഇന്നോവേഷൻ മേഖലയ്ക്കും പുതിയ അവസരങ്ങൾ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ബജറ്റിലൂടെ സാമ്പത്തിക വികസനത്തിന് പുതിയ വേഗതയും സ്ഥിരതയും ലഭിക്കും. ഇന്ത്യ ആഗോള ഉൽപാദന കേന്ദ്രമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിലേക്കും സംരംഭകത്വത്തിലേക്കുമുള്ള മുന്നേറ്റത്തിൽ എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും നമുക്ക് സംരംഭകരെ സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുദ്രാ വായ്പാ പദ്ധതി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി ഉയർത്തിയതോടെ സ്ത്രീകളും ദളിതരും ആദിവാസികളും സ്വയം തൊഴിലിലേക്ക് ഇറങ്ങും. തൊഴിലും സ്വയം തൊഴിലുമാണ് NDA സർക്കാരിന്റെ ഐഡന്റിറ്റി എന്നും ഈ ബജറ്റ് അതിനെ ശക്തിപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആദായ നികുതി വെട്ടിക്കുറയ്ക്കലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലെ വർധനയും ലളിതമായ TDS നിയമങ്ങളും ഓരോ നികുതിദായകനെയും സേവിങ്സ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് മോദി പറഞ്ഞു. ഈ ബജറ്റിലെ പ്രധാന ശ്രദ്ധ കർഷകരായിരുന്നു. ചെറുകിട കർഷകർക്ക് പുതിയ വിപണികളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഉൽപാദന ക്ലസ്റ്ററുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ടൂറിസം, പ്രതിരോധ മേഖലകളിൽ ഊന്നൽ നൽകുന്നതായും മോദി എടുത്തു പറഞ്ഞു. 25,000 ഗ്രാമപ്രദേശങ്ങൾ ഗ്രാം സഡക് യോജന വഴി പ്രയോജനപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാകുന്ന റോഡുകളാണ് ഇതിൽ നിർമ്മിക്കുക. അതുപോലെ 25,000 ഗ്രാമീണ മേഖലയിൽ റോഡുകൾ നിർമ്മിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. ബീഹാറിലെ ഹൈവേ വികസനത്തിന് 26,000 കോടിയാണ് പ്രഖ്യാപിച്ചത്. ആന്ധ്രയിലെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിനായി 2.66 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം PM ആവാസ് യോജന പ്രകാരം 2 കോടി വീടുകൾ കൂടി നിർമ്മിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. നഗര ഭവന പദ്ധതിക്കായി അടുത്ത 5 വർഷത്തേക്ക് 2.2 ലക്ഷം കോടി രൂപ കേന്ദ്ര വിഹിതമായി നീക്കിവെച്ചതായി ധനമന്ത്രി പറഞ്ഞു. പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് 11,500 കോടിയുടെ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രളയം നിയന്ത്രിക്കാൻ നേപ്പാളിലേതിന് സമാനമായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കും. അസമിനും ഹിമാചലിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉൽപാദനക്ഷമത, ജോലി, സാമൂഹിക നീതി, നഗരവികസനം, ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിഷ്കാരങ്ങൾ എന്നിവയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. മോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതെന്നും ആഗോള സമ്പദ്ഘടന പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും മന്ത്രി പറഞ്ഞു.